നമസ്കാരം. ഉറക്കം വരാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? ശരിയായ ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ? ശരിയായ ഉറക്കം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്ന് അറിയാലോ. ശരിയായ ഉറക്കം ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ സഹായിക്കും, ഒപ്പം ബ്രെയിനിന്റെ പ്രവർത്തനവും എഫക്റ്റീവ് ആക്കുന്നു. ശരിയായ ഉറക്കം കിട്ടാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ശരിയായ ഉറക്കത്തിന് ബാലൻസ് ഡയറ്റ് വളരെയധികം സഹായിക്കും. ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്സ്, കോംപ്ലക്സ് കാർബ്സ് എന്നിവ അടങ്ങിയ ഡയറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അമിനോ ആസിഡ് അടങ്ങിയ ടർക്കി, ചിക്കൻ, നട്ട്സ്, സീഡ്സ്, ടോഫു തുടങ്ങിയ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ഫുഡ് കഴിക്കുന്നതും ഉറക്കത്തിന് വളരെയധികം സഹായിക്കുന്നതാണ്. മഗ്നീഷ്യം സോഴ്സസ് ആയ നട്ട്സ്, സീഡ്സ്, ലീഫി ഗ്രീൻസ്, ഹോൾ ഗ്രെയിൻസ് തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. മെലാറ്റോണിൻ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ്, അതായത് ചെറീസ്, ടൊമാറ്റോ, ഗ്രേപ്സ്, പൊമഗ്രനേറ്റ് തുടങ്ങിയ നാച്ചുറലായിട്ട് തന്നെ മെലാറ്റോണിൻ അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് നമ്മൾക്ക് നല്ല ഉറക്കം നൽകാനായിട്ട് സഹായിക്കും. കഫീൻ ആൻഡ് ഷുഗർ അടങ്ങിയ ഫുഡിന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ഇത്തരം ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ കഫീൻ കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും ആഫ്റ്റർനൂണിലും ഈവനിങ്ങിലും കഫീൻ അടങ്ങിയ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ വളരെയധികം തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല ഉറക്കം കിട്ടാൻ നമുക്ക് ഹെർബൽ ടീസ് ഉപയോഗിക്കാം. ചമോമൈൽ തുടങ്ങിയ ഹെർബൽ ടീസ്, പെപ്പർമിൻറ്റ് തുടങ്ങിയ ഹെർബൽ ടീസ് നമ്മൾ ഉപയോഗിച്ചാൽ അത് വളരെയധികം ഗുണം ചെയ്യും. ഉറക്കത്തിന് പോകുന്നതിന് മുന്നേ, അതായത് ബെഡ് ടൈമിന് മുന്നേ ഇത്തരം ടീ ഉപയോഗിക്കുന്നത് നല്ല ഉറക്കം പ്രദാനം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ കോംപ്ലക്സ് കാർബ്സ് അടങ്ങിയ ബ്രൗൺ റൈസ്, ക്വിനോവ, ഓട്സ് തുടങ്ങിയ ഹോൾ ഗ്രെയിൻസ് എല്ലാം ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് ഉറക്കത്തിനും സഹായമാകും. സ്ട്രെസ്, ആൻസൈറ്റി എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം തടസ്സപ്പെടുന്നതിന് വേറെ കാരണമൊന്നും അന്വേഷിക്കേണ്ടതില്ല. അപ്പോൾ സ്ട്രെസ്സും ആൻസൈറ്റി ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാനും സുഖകരമായ ഉറക്കം നൽകാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ എല്ലാ ദിവസവും റെഗുലർ ടൈമിൽ തന്നെ ഉറക്കത്തിന് പോവുക എന്നുള്ളത്. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കണം. ദിവസവും ഒരേ സമയം തന്നെ ഉറങ്ങാൻ പോകുന്നതും അതുപോലെ ശരിയായ സമയത്ത് തന്നെ നമ്മൾ ഉണരുന്നതും നമ്മൾക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇത് നമ്മുടെ ഉറക്കത്തിനെ നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാനും നല്ല ഉറക്കം നൽകാനും സഹായിക്കുന്നതാണ്. ചില ആളുകൾ വിചാരിക്കാറുണ്ട് 2-3 ദിവസമൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ, രാത്രി ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അങ്ങോട്ട് കിടന്നുറങ്ങിയാൽ മതി. പക്ഷേ ഇത് ഒരിക്കലും ആരോഗ്യകരമല്ല. കാരണം പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിലെ വെളിച്ചം മങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം ഉറക്കത്തിനുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നതാണ്. അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെയും വളരെയധികം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകൾ ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം ഗാഡ്ജറ്റുകൾ നമ്മുടെ ശരീരത്തിന് വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനെയും അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നെയെങ്കിലും ഇത്തരം ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകൾ ഒഴിവാക്കുക. ആ സമയത്ത് നമുക്ക് മെഡിറ്റേഷനോ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് റീഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ല ഉറക്കം നൽകാനായിട്ട് സഹായിക്കുന്നതാണ്. ശരിയായ ഉറക്കമില്ലായ്മ വളരെ സീരിയസ് ആയ പല രോഗങ്ങളിലേക്കും നമ്മളെ നയിക്കും. അതായത് ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസ്, ഫാറ്റിഗ് പോലെയുള്ള സീരിയസ് ആയ അസുഖങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ശരിയായ ഉറക്കം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും നമ്മൾ ആരോഗ്യത്തോടെയും ജീവിക്കാൻ ഉറക്കം വളരെ പ്രധാനമാണ്. ഓക്കെ.